ഹായ് ഹലോ എവരി വൺ. ഭയങ്കരമായിട്ട് വഴുകി എന്നെനിക്കറിയാം. ഞാൻ ട്രാവലിംഗ് ആയിരുന്നു. ബാക്ക് ടു മലപ്പുറം, ട്രിവാൻഡ്രം ടു മലപ്പുറം ട്രാവലിംഗ് പ്ലസ് എഗെയിൻ നാട്ടിൽ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ ആകെ മൊത്തം ബിസി ആയിരുന്നു. ഭയങ്കര വഴുകിയിട്ടാണ് ഫസ്റ്റ് വീഡിയോ ചാനലിൽ ഇന്ന് അപ്ലോഡ് ആവുന്നത്. കുറേ കാലത്തിന് ശേഷം അങ്ങനെ സംഭവിക്കുന്നത്. എന്തായാലും നാളെ മുതൽ ട്രാക്കിലായിരിക്കും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം മറ്റേ ആകാശത്ത് സ്വർഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്വർഗത്തിലൊക്കെ അടിച്ചു പൊളിച്ച് നടത്തിയ മനുഷ്യനാണ്. ഇപ്പോൾ ഒരുമാതിരി പാതാളത്തിൽ സെപ്റ്റിക് ടാങ്കിൽ കിടക്കുന്ന പുഴുവിൻ്റെ അവസ്ഥയിൽ പോയി. കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ഒരാളുടെ ഇമേജ് ടാർണിഷായിപ്പോയി. കയ്യിലിരിപ്പ് കൊണ്ടാണ്, ഞാൻ അങ്ങനെ തന്നെ പറയും, കയ്യിലിരിപ്പ് കൊണ്ടാണ്. അപ്പോൾ ചോദിക്കും, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരെങ്കിലും ഒരു കേസ് കൊടുത്തിട്ടുണ്ടോ? ഒരു സാമാന്യ ബുദ്ധി അരിഭക്ഷണം കഴിക്കുന്ന മലയാളികൾക്ക് ഇന്ന് വന്ന ന്യൂസ് മൊത്തം കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് പ്രശ്നകരമായിട്ടുള്ള, അതായത് ഒരു ഫാബ്രിക്കേഷൻ്റെ സൈഡ് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് അതും മനസ്സിലായിട്ടുണ്ടാവും. ഇല്ല, കാര്യപ്പെട്ട പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്, ഓക്കെ, ആ സ്ഥലങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. മലയാളി കുറേ കാലമായിട്ട് ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ കണ്ട് കുറച്ചൊക്കെ ഒരു ബുദ്ധിയുണ്ട് ഏതെങ്ങനെ എന്ത് എന്നുള്ളത് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് ഇത്രയും തിടുക്കപ്പെട്ട് രാഹുലിനെ കൊണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ച സീനും കൂടി ആയപ്പോൾ ഏകദേശം ഈ വിഷയം അത്യാവശ്യത്തിൽ കൂടുതൽ ഇവരുടെ കയ്യിൽ നിൽക്കാതെ പോകുന്നൊരു ഐറ്റം ആണെന്നുള്ളതും മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കേസ് എവിടെ എന്ന് ചോദിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ കേസിൻ്റെ വഴിക്ക് വന്നോളൂ. കേസ് എങ്ങനെ വരും എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. സോ ഹൂ കേസ്, അത്രേ ഉള്ളൂ. കമൻറ്റ് ഇട്ടാൽ ഹൂ കേസ്, ഓക്കെ. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടം അപ്പോൾ വിഷയം തുടങ്ങുന്നത്, ഞാനിവിടെ ഇത് അതായത് ഈ വിഷയത്തിനെ കുറിച്ചൊരു എന്താ പറയുക, ഒരു ഔട്ട്ലൈൻ പറയുകയാണ്. ചിലർക്കൊന്നും ഈ വിഷയം എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളതിനെ കുറിച്ചൊന്നും ഐഡിയ കാണില്ല. ഈ വിഷയം തുടങ്ങുന്നത് ഷമീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, ഓക്കെ, ഷമീർ TP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി. ഞാൻ ശ്രദ്ധിക്കുന്നത് 28 ജൂലൈയിലിട്ട ഒരു പോസ്റ്റാണ്. 25 ജൂലൈയിൽ 28 ജൂലൈയിൽ ഈ വ്യക്തി 2 പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന സ്ത്രീയോടാണ് സ്വന്തം സഹപ്രവർത്തക ഒരു രാഷ്ട്രീയ ഉന്നതനാൽ പീഡിപ്പിക്കപ്പെട്ടതറിഞ്ഞിട്ടും ആ സ്ത്രീയുടെ കൂടെ നിൽക്കാതെ കഴിഞ്ഞ ഒരു മാസമായി നിങ്ങൾ തുടരുന്ന നിശബ്ദത ആർക്ക് വേണ്ടിയാണെന്ന് വെച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ഇവിടെ ഉണ്ട്. അത് ഷമീർ TP എന്ന് പറഞ്ഞുള്ള വ്യക്തിയായിട്ടുള്ള പോസ്റ്റ് ഞാൻ ഇവിടെ വയ്ക്കാം. അതിനുശേഷം ആ വ്യക്തി ഈ പോസ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. അതും കൂടി ഞാനിവിടെ സൈഡിൽ വയ്ക്കുന്നുണ്ട്, ഓക്കെ. ഭയങ്കര ചർച്ചയായിരുന്നു. കുറേ എന്താ പറയുക, ആളുകളിലേക്ക് പേരുകളൊക്കെ ഇവിടുത്തെ സൈബർ കമ്മി സഖാക്കൾ കൊണ്ടുപോയി ഇട്ട് കൊടുത്തിരുന്നു. അവരൊക്കെ കുറച്ച് പേരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളല്ല, ഈ പത്രപ്രവർത്തകൻ ഞങ്ങളല്ല, ഈ പ്രമുഖനായ യുവ കോൺഗ്രസ് നേതാവ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടമാണ്. അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഇവിടെ എയറിൽ കടന്ന് ചുറ്റിക്കറങ്ങിയിരുന്ന സാധനങ്ങളാണ്. അതിനൊന്നും ഒരു കൺഫർമേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള എവിഡൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു പരിപാടിയായിരുന്നു. ആകെയുള്ളൊരു ഔട്ട്ലൈൻ എന്താണ്, കേരളത്തിലൊരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലെ ഒരു റിപ്പോർട്ടർ, ഓക്കെ, അവർ രാഹുലുമായിട്ടുള്ളൊരു ബന്ധം, ആ ബന്ധത്തിൽ ഫോഴ്സ്ഫുള്ളി അവരെന്താവുന്നു, ഗർഭിണിയാവുന്നു. പിന്നെ ആ ഗർഭിണിയായ വ്യക്തി അബോർട്ട് ആവുന്നു. ഇതായിരുന്നു ഒരു ഔട്ട്ലൈൻ ഉണ്ടായിരുന്നു. ആര് എന്ത് ഒന്നുമില്ല, ഓക്കെ. ഒരു പേര് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അങ്ങനെ പോകുമ്പോൾ വേറെ സ്ത്രീയുടെ പേരിൻ്റെ ഭാഗത്ത് പല പല പേരുകളും പല പല ചാനലിൻ്റെ പേരുകളും വന്നിട്ട് പോകുന്നു. ഇതിങ്ങനെ സൈബർ കമ്മി ഹാൻഡിലുകൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലേക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ മുതൽ ഫ്യൂവൽ കയറിയിട്ടുള്ളത്, ഓക്കെ. ആ ഫ്യൂവൽ ഇട്ടതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ആക്ട്രസ് റെനി ആൻഡ് ജോർജ്, ഇവരാണ് ഇതിലേക്ക് ഫ്യൂവൽ ഇട്ടത്. ഇവർ കൗമുദി ചാനലിന് കൊടുത്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂ, കൗമുദി മൂവീസിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂസിനകത്താണ് അശ്ലീല സന്ദേശങ്ങൾ പ്രമുഖ യുവ നേതാവിൽ നിന്ന് ഉണ്ടായ ദുരനുഭവം. ഈ ഒരൊറ്റ ഇൻ്റർവ്യൂ, ഒരു 26 മിനിറ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ 26 മിനിറ്റ് ഇൻ്റർവ്യൂവിൻ്റെ ഒരു വളരെ എന്താ പറയുക, 1 മിനിറ്റും 14 സെക്കൻഡുള്ള പോർഷനകത്താണ് ഈ ലേഡി ഈ കാര്യം പറഞ്ഞു വയ്ക്കുന്നത്. ഇത് പറഞ്ഞതിൽ നിന്നാണ് സോഷ്യൽ മീഡിയ ടു ദി 24/7 സാറ്റലൈറ്റ് ന്യൂസ് ചാനലുകളിലേക്ക് ഈ സാധനം എസ്കലേറ്റ് ആയി പോകുന്നത്. ഞാൻ ആ ലേഡി കൗമുദിയിൽ പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ്റെ ചെറിയ ക്ലിപ്പ് ഞാനോട് പ്ലേ ചെയ്യാം. ഞാൻ നേരത്തെ രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞത്, രാഷ്ട്രീയത്തിലും ഇതേ പ്രശ്നമുണ്ട്. എനിക്ക് ഇത്തരത്തിലൊരു യുവ നേതാവിന്റെ അടുത്ത് നിന്ന് വളരെ മോശമായ ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, മോശമായ അപ്രോച്ചസ് ഉണ്ടാവുക,
അപ്പൊ നമുക്കറിയാം റീസെന്റ് ചില വീഡിയോസ് ഒക്കെ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. ഈ വിഷയത്തിൽ നമ്മൾ പലരോടും ഇതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന പല മാന്യ അദ്ദേഹങ്ങളും യഥാർത്ഥത്തിൽ ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ്. ഈ പറയുന്ന ആളുകൾക്ക് നമ്മൾ ഇത് പറഞ്ഞതിന് ശേഷവും വലിയ വലിയ സ്ഥാനങ്ങൾ നൽകുന്ന അവസ്ഥയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഈ ഒരു വിഷയം ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം നിൽക്കുന്ന ഒരു വിഷയമാണ്, കറന്റ് നിൽക്കുന്ന ഒരു വിഷയവും കൂടിയാണ്, അറിയാലോ. എന്നിട്ടും ഇത് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇതിനെ അങ്ങ് തിരസ്കരിക്കുകയാണ്. മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇതിനൊന്നും ഒരു ഇതും കൊടുക്കുന്നില്ല. ഈവൺ അവരെ പോലും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ചില വാർത്തകൾ വന്നിട്ട് പോലും. അതാണ് ഹൂ കെയേഴ്സ്. അതാണ് ഹൂ കെയേഴ്സ്. അവർ എടുത്തെടുത്ത് അവരുടെ എല്ലാ ന്യൂസ് ബൈറ്റും നിങ്ങൾ കണ്ടോ, ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ അവർ എറിഞ്ഞിട്ടാണ്. ഈ മീൻ പിടിക്കാൻ ബെയ്റ്റ് ഇട്ട് കൊടുക്കില്ല, മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇരേനിട്ട് കൊടുക്കുന്ന പോലെ അവർ പത്രമാധ്യമങ്ങൾക്ക് ഹൂ കെയേഴ്സ് ആണ് ഇട്ട് കൊടുത്തു. ഹൂ കെയേഴ്സ് എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറേ അധികം അലിഗേഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ പെണ്ണ് വിഷയം, അതിനു മുമ്പ് വ്യാജ ID, പിന്നെ വയനാട്ടിലേക്ക് പിരിച്ച ഫണ്ട്, അങ്ങനെ പല വിഷയങ്ങളിലും ഇയാളിങ്ങനെ പോയി വന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഹൂ കെയർസ് സാധനം വന്നിട്ടുള്ളത്. ഓക്കെ, വയനാട്ടിൽ നിന്നൊക്കെ പോയി വരുന്ന സമയത്ത് ഹൂ കെയർസ് അതായത് ഈ വിഷയം ചോദിച്ച സമയത്ത് ആരാണ്, നിങ്ങളെ പേരാണോ ഈ പറയുന്നത്, നിങ്ങളെയാണോ ഇവർ റെഫർ ചെയ്യുന്നത്, ആരാണ് ആ മാധ്യമ പ്രവർത്തക, നിങ്ങൾ തമ്മിൽ എന്ത് എന്നൊക്കെയുള്ള ചോദ്യത്തിൽ നിന്നൊക്കെ ഹൂ കെയർസ് പേരെവിടെയും പറയുന്നില്ല, ആരും എവിടെയും കേസ് കൊടുത്തില്ല, ഹൂ കെയർസ്. ഇത് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടമാണ്. അപ്പോൾ ഈ വിഷയം ഈ ലേഡി ഇടുന്നു, ഹൂ കെയർസ് വരുന്നു. ഇതിന്ന് സാധനങ്ങൾ പൊന്തിപ്പിടിച്ച് പോയിട്ടാണ് ഇക്കണ്ട നിലയിൽ കാര്യങ്ങളെത്തി. ഇനി ഈ ലേഡി അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറേ അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിക്കുന്നതിലേക്ക് നമുക്ക് പോവാം. ഞാൻ അതിനു മുമ്പ് പറയാം നിങ്ങളോട്, എനിക്ക് രാഷ്ട്രീയം അറിയാവുന്ന കാലങ്ങളായിട്ട് രാഷ്ട്രീയത്തിലുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പേരോടൊക്കെ ഈ വിഷയം നടക്കുമ്പോൾ തന്നെ സംസാരിക്കുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് കേൾക്കുന്നുണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു വിഷയമാണല്ലോ ഈ ഗർഭം, അവിഹിതം, അതേപോലെ ഈ ന്യൂസ് റിപ്പോർട്ടർ, ഇതെന്താ വിഷയം എന്നുള്ളതൊക്കെ ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കുറേ സോഴ്സുകളിൽ നിന്ന് ദർ ഈസ് സം ഫാക്ട്, കുറച്ച് സത്യമുണ്ട് ഇതിൽ എന്നുള്ളതാണ് എന്നറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ടൊരു സംഗതിയില്ല, പലതും ഹിയർസേ ആയിരുന്നു. അതുകൊണ്ട് എനിക്കിവിടെ വന്നിട്ട് നിങ്ങളോട് പറയാനും പറ്റില്ല. ബട്ട് 1-2 വളരെ ക്ലോസ് സോഴ്സിൽ നിന്ന് ഉണ്ട് പറയുന്നതിൽ കുറേ ഫാക്റ്റ് ഉണ്ട്. കുറേ അല്ല, ഒട്ടുമിക്ക കാര്യങ്ങളും ഫാക്റ്റാണ്. പക്ഷെ അത് എങ്ങനെ എന്തെന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യം എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല, ബിക്കോസ് എഗെയിൻ ഹിയർസേ ആണ്. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല, ആ വിഷയത്തിൽ ഞാൻ പ്രതികരിച്ചില്ല. ഇപ്പോൾ നിങ്ങൾ നോക്ക്, ഈ വിഷയം വന്ന് നിൽക്കുന്നത്, ഈ ലേഡി വന്നിട്ടൊരു ഇൻ്റർവ്യൂവിനകത്ത് ഹൂ കെയർസ് ഇതിട്ടിട്ട് പോയോണ്ടല്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി അടക്കം ഇത്ര സ്പീഡിൽ ഇവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ അകത്ത് പൊട്ടിത്തെറി ഉണ്ടാക്കിയത് ഈ പറഞ്ഞ ഇപ്പോൾ ഒരു ലാസ്റ്റ് ട്രാൻസ്ജെൻഡർ വന്നു, കുറേ ചാറ്റ് പുറത്തു വന്നു, ഈ ലേഡി വന്നിട്ട് ഇവരോടുള്ള ഒരു മോശമായ അപ്രോച്ചിനെ കുറിച്ച് പറയുന്നു, പിന്നെ ഒരു റൈറ്റർ വന്നിട്ട് അവരെ ആയിട്ടുള്ളൊരു മോശമായിട്ടുള്ളൊരു അപ്രോച്ചിനെ കുറിച്ച് പറയുന്നു. ഇതിലൊന്നുമല്ല ഇവിടെ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ രാജ്യം അടക്കം എഴുതി കൊടുത്ത് നാളെ MLA സ്ഥാനം വരെ വിട്ടുപോകേണ്ട ഒരവസ്ഥയിലേക്ക്, കേസും കൂട്ടം വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എവിടെ അറിയോ? ഈ ഗർഭചിത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യത്തിന് മുകളിലാണ്. അവിടെയാണ് ഇന്ന് ഈ വോയിസ് പുറത്തു വന്നത്. ഈ വോയിസ് വെരി വൈറ്റൽ, വെരി ക്രൂഷ്യലാണ്. ബിക്കോസ് ഇത് എങ്ങനെ രാഹുൽ മാങ്കൂട്ടം പറയും ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോയിസ് അല്ല എന്നുള്ളത്? ഇപ്പോൾ AI ടെക്നോളജി ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മിമിക്രി ആർട്ടിസ്റ്റിനെ കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സൗണ്ട് മിമിക് ചെയ്യിച്ചതാന്ന് വരെ നിങ്ങൾക്ക് പറയാം. ബട്ട് ഈ ശബ്ദം കേൾക്കുന്ന മലയാളികൾക്കറിയാം ഇറ്റ്സ് യു. ഇത്ര പെർഫെക്ഷനിലൊന്നും ഒരാൾക്ക് AI ഇട്ടടിക്കാൻ പറ്റില്ലടേ. പൊട്ടി വീഴുവോ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം, മറ്റുള്ള ആരോടും പറയേണ്ട ആവശ്യമില്ല.
അത് അന്നെ ചൂണ്ടിക്കാണിക്കും, പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്. അത്തരം ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് പിന്നെ അതെനിക്ക് ബുദ്ധിമുട്ടാവില്ല. അയ്യോ, അതിനെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ. ഈ ഓഡിയോയിൽ വളരെ ക്ലിയർ അല്ലേ? ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള ഒരു തരം പുഷാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായെന്നുള്ളത്. ഞാൻ ഇവിടെയാണ് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ വിഷയം ഫൈൻ, ഈ ഒരു പെർട്ടിക്കുലർ വിഷയം, ഈ ഒരു വോയിസ് പുറത്തു വന്നതോട് കൂടിയിട്ട് രാഹുൽ മാങ്കൂട്ടം ഇന്ന് പത്രമാധ്യമങ്ങളെ വന്ന് കണ്ട സമയത്ത് 2 ചാനലിനെയാണ് എക്സ്ട്രാ കൊട്ടിയത്. ഒന്ന് കൈരളിനെയും ഒന്ന് റിപ്പോർട്ടറിനെ കൊട്ടിയ സമയത്ത് അവരൊരു ഐറ്റം എടുത്ത് പുറത്തിട്ടേ. ആ ഐറ്റമാണ് ഇവിടെ ഇനി പ്ലേ ആവാൻ പോകുന്നത്. ആരുടെ അടുത്താണോ നമ്മൾ രാഹുൽ മാങ്കൂട്ടൻ ഈ സംസാരിക്കുന്നത്, ഓക്കെ, ഗർഭചിത്രത്തിൻ്റെ കാര്യം അടക്കം സംസാരിക്കുന്നത്, ഈ ലേഡി ആയിട്ടുള്ള വോയിസ് ആദ്യം പുറത്തു വന്ന് ഇപ്പം ചാറ്റ് റിപ്പോർട്ടർ ചാനൽ പുറത്തു വിട്ടിട്ടുണ്ട്. എന്താ കഴിച്ചേ എന്ന് ചോദിക്കുന്നു. ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ ശ്രമിക്കുന്നത് എന്താണ്? ഇന്നലെ ഞാൻ മരുന്ന് കഴിച്ചെങ്കിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്തായിരുന്നു എന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ രാഹുൽ തിരിച്ച് എന്താ സംഭവം, പെൺകുട്ടി ഒരിക്കലും ഡോക്ടറെ കാണിക്കാതെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു. രാഹുലിന്റെ മറുപടി, ഡോക്ടർ ഉണ്ടായാൽ മതി. പെൺകുട്ടി ഗർഭഛിദ്രത്തെക്കുറിച്ചാണ് സംഭാഷണം. ഹെവി ബ്ലീഡിങ്ങും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകും. രാഹുലേട്ടൻ എന്ന ആ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും പ്രേക്ഷകർക്ക് കാണാം. രാഹുൽ ഡോക്ടറെ കാണണമെന്നൊന്നുമില്ല, അതിനൊക്കെയുള്ള മരുന്നുണ്ട്, പിന്നെ ഡോക്ടറുടെ നിരീക്ഷണത്തിൽ തന്നെയാണ്. അതിനുശേഷം ചാറ്റ് നേരെ ടെലഗ്രാമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനായി നീ ടെലഗ്രാമിൽ വാ എന്ന് പറയുന്നു. പെൺകുട്ടിയുടെ മറുപടി, കഴിക്കുമ്പോൾ എല്ലാം പരിശോധിച്ചിട്ട് വേണം കഴിക്കാൻ. ഞാൻ ഈ കാര്യം അവരോട് സംസാരിച്ചു. അവളുടെ സുഹൃത്ത് ഒരു ഡോക്ടറിനെ ഞാൻ ആദ്യം വിളിച്ചു, അവർ കുറെ വഴക്ക് പറഞ്ഞു. ഇതാണ് ആ പെൺകുട്ടി പറയുന്നത്. രാഹുലേട്ടൻ എന്ന ആൾ എന്താണ് ഈ പെൺകുട്ടിയോട് പറഞ്ഞത്? ആ ആളുടെ ചിത്രമടക്കം ആ ചാറ്റിൽ നമുക്ക് കാണാം. ഞാനൊരു വേസ്റ്റ് ആണ് എന്നൊക്കെ ആ പെൺകുട്ടിക്ക് രാഹുലിനോട് പറയേണ്ടി വരുന്നു. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മോശം സാഹചര്യത്തിൽ പോയിട്ടില്ല എന്നും ഈ പെൺകുട്ടി പറയുകയാണ്. എന്റെ അമ്മയെ കണ്ടപ്പോൾ കരച്ചിൽ വന്നു എന്ന് ആ പെൺകുട്ടി പറയുകയാണ്. നീ വന്ന് എന്നെ കാണ് എന്ന് രാഹുൽ പെൺകുട്ടിയോട് പറയുന്നു. നിനക്ക് താങ്ങായി ഞാൻ ഇവിടെയുണ്ട്. എന്റെ തലയിലിട്ടിട്ട് ഒഴിഞ്ഞു മാറുകയാണോ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഒരുപാട് മാറ്റം, പരിഹാരം നിങ്ങൾ തന്നെ പറയൂ. ആ പെൺകുട്ടി രാഹുലിനോട് ആവശ്യപ്പെടുകയാണ്. കേറി ചെന്ന ഉടൻ മരുന്ന് തന്നുവിടില്ല ഡോക്ടർമാർ, ഗൂഗിൾ ചെയ്യൂ, രീതികൾ എന്താണ് എന്നെങ്കിലും നോക്കൂ എന്നൊക്കെ ആ പെൺകുട്ടി ആവശ്യപ്പെടുകയാണ് രാഹുലിനോട്. അതും ചാറ്റ് ടെലിഗ്രാമിലാണ്. ഞാൻ ആരോടാടോ പറഞ്ഞേ, എത്ര നാൾ ഇത് മൂടി വെച്ച് നടക്കും ഞാൻ എന്നൊക്കെ ഈ പെൺകുട്ടി ചോദിക്കുകയാണ്. നിനക്ക് എന്റെ അമ്മയോട് സ്നേഹമുണ്ടോ? എനിക്ക് ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പേടി, അതേസമയം തന്നെ എന്റെ വയറ്റിലുള്ള ജീവനോടുള്ള ഇഷ്ടവും. തനിക്ക് അതൊരിക്കലും മനസ്സിലാവില്ല. രണ്ടിനുമിടയിൽ വീർപ്പുമുട്ടുന്ന ഞാൻ. ആ പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ ഈ ചാറ്റിൽ വ്യക്തമാണ്. ഈ ചാറ്റുകളൊന്നും പുറത്തുവിടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതല്ല, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കുമ്പോൾ നമ്മൾ ഇത് പുറത്തുവിടാതിരിക്കുന്നത് എങ്ങനെയാണ്? നിനക്കില്ലാത്ത ടെൻഷൻ എനിക്ക് വേണ്ടല്ലോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയുകയാണ്. ടെലഗ്രാമിലുള്ള ചാറ്റാണ്. ഞാൻ ഒഴിവാകുന്നു എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് കൃത്യമായി പറയുന്നു. ഇതിൽ എങ്ങനെ ഒഴിവാകാൻ എനിക്കും തനിക്കും പറ്റുമോ? എനിക്കും നാണക്കേട് ചുമക്കാൻ താല്പര്യമില്ല എന്ന് ആ പെൺകുട്ടി മറുപടി പറയുകയാണ്. 3 ദിവസമായിട്ട് ഇതിനെപ്പറ്റി നിനക്ക് ഒന്നും പ്രോബ്ലം ഇല്ലായിരുന്നു എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് പറയുകയാണ്. കുഞ്ഞുമായി എനിക്ക് ആത്മബന്ധമുണ്ട് എന്ന് ആ പെൺകുട്ടി മറുപടി പറയുന്നു. ആ കുട്ടി സത്യസന്ധമായിട്ടാണ് ഇയാളെ വിശ്വസിച്ചത് എന്നത് വ്യക്തമാണ്. ഇപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചത് കൊണ്ടല്ലേ എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് പറയുകയാണ്. ആ പെൺകുട്ടിയുടെ മറുപടി, ഞാനൊരു സ്ത്രീയാണ്. അപ്പോൾ രാഹുൽ തിരിച്ചു പറയുകയാണ്, അപ്പോൾ നീ തന്നെ പ്രശ്നം തീർക്കൂ ബൈ എന്ന് പറയുകയാണ് രാഹുൽ. എങ്ങനെ? നീയാണ് ഉത്തരവാദി, എന്നെ പോലെ തന്നെ എന്ന് ആ പെൺകുട്ടി രാഹുലിനോട് പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി, എനിക്ക് ഇതല്ല പണി. അപ്പോൾ ആ പെൺകുട്ടി തിരിച്ചു ചോദിക്കുന്നു, എനിക്ക് ഇതാണോ പണി എന്ന് ചോദിക്കുകയാണ്. ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ചാറ്റ് അടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ റിപ്പോർട്ടറിൽ പുറത്തു വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി രാഹുൽ മാങ്കൂട്ടം അല്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്യണം? ഈ ചെന്നിട്ട് രാഹുൽ കേസ് കൊടുക്കണം. ഓക്കെ, റിപ്പോർട്ടർ ചാനലിൽ എതിരെ കേസ് കൊടുക്കുക. പറ്റൂ രാഹുലിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ ഇന്ന് വരെ കണ്ടിട്ടുണ്ടാവില്ല ഒരു യുവ നേതാവിൻ്റെ എതിരെ, ഒരു MLA ആയിട്ടുള്ള ഒരു നേതാവിനെതിരെ ഇത്രത്തോളം കോൾ ഔട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നത്. 1-2 കോൾ ഔട്ടല്ല, ഇനി വരും ദിവസങ്ങളിൽ എത്ര വരുമെന്ന് പറയാനും പറ്റില്ല. ഇതിൽ കുറച്ചെണ്ണമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫേക്ക് എന്ന് പറഞ്ഞ് സംശയിക്കാവുന്ന കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പലർക്കും മിസ്മാച്ച് ആവുന്നുണ്ട്, ചിലരുടെ അടുത്ത് തെളിവില്ല, അതൊക്കെ ചിലപ്പോൾ തള്ളിപ്പോവും. പക്ഷെ ഈ കേസ് നിൽക്കും. പക്ഷേ ഈ കേസ് നിൽക്കുന്നും പറയുമ്പോഴും ഈ ലേഡി രംഗത്ത് വരുമെന്ന് നമുക്കറിയില്ല. ഇതെന്ന് സെറ്റിൽമെൻ്റ് ആയി എന്നറിയില്ല. സെറ്റിൽമെൻ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരൊക്കെ എന്നുള്ളത് ഒരിക്കലും പുറത്തു വരാൻ പോകുന്നില്ല.
റൊമാൻസ് ബോണ്ട് സ്റ്റേസ് ലൈക്ക് എന്താ പറയുക ഹെൽ. അങ്ങനെയാണ് ഈ ഏട്ടൻ അനിയൻ ബന്ധമൊക്കെ വളരെ കട്ടയ്ക്ക് നിൽക്കുന്നിടത്തോളം കാലമൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പുറത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പുറത്ത് വന്നാൽ ഏട്ടനും പൊട്ടും അനിയനും പൊട്ടും പൊട്ടനും പോയി ചട്ടനും പോയി എന്ന് പറഞ്ഞുള്ള അവസ്ഥയിലാവും. അപ്പം അങ്ങനത്തെ ഒരു സീനുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളോട് പറയാം. ഓക്കെ, ഞാൻ പറഞ്ഞു അഗെയിൻ ഹിയർസേ ആണ്, നമുക്കൊന്നും അങ്ങനെ വിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥ. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ രാജി വന്ന വഴിയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ കോൺഗ്രസ് അടക്കം ഈവൻ രാഹുൽ മാങ്കൂട്ടം അടക്കം ഡിഫെൻസീവ് സ്റ്റേജിലേക്ക് പോകുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിൻ്റെ മുകളിലാണ്. ബിക്കോസ് ഇത് സോൾവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സെറ്റിൽ ചെയ്തിട്ടുള്ളൊരു സംഗതി ആണെങ്കിൽ പോലും ഇതറിയാവുന്ന ഒരുപാട് കോൺഗ്രസ്സുകാർ തന്നെ നിങ്ങളെ പിന്നിൽ നിന്ന് കുത്താനുണ്ട് എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടം മനസ്സിലാക്കിയാൽ കൊള്ളാം. ഓക്കെ, ആൻഡ് അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു നിങ്ങൾക്ക് ആ ഒരു ഏരിയ മനസ്സിലായല്ലോ. ഇനി ഈ ലേഡി ഓക്കെ ഇന്നലെ മുതൽ നമ്മൾ കാണുന്ന ഈ തുറന്നു പറച്ചിൽ രാഹുൽ മാങ്കൂട്ടം റൂമിലേക്ക് വരെ ക്ഷണിച്ചു എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ റിനി ആൻഡ് ജോർജ് എന്ന് പറഞ്ഞ ആക്ട്രസ് പൊളിറ്റീഷ്യൻ ഈസ് ലൈക്ക് പാർട്ട് ടൈം പോലും പറയാൻ പറ്റില്ല, അവർക്ക് പൊളിറ്റിക്സ് അത്യാവശ്യം അറിയാം, ജേർണലിസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഷീസ് ആൻ ആക്ടർ 916 കുഞ്ഞുട്ടനിലൊക്കെ അഭിനയിച്ച ലേഡിയാണ്. അവർ ഇന്നലെ ഇന്നുമായിട്ട് കൊടുത്ത കുറേ ബൈറ്റുകളുണ്ട്. അതിൽ എൻ്റെ കുറച്ച് സംശയങ്ങളും എൻ്റെ കുറച്ച് തോട്ട്സുമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ സോളിഡായിട്ടൊരു കേസുണ്ട്, ഈ ഗർഭചിത്രം റിലേറ്റഡ് ആയിട്ടുള്ള സാധനം അവിടെ സോളിഡായിട്ടുള്ളൊരു കേസാണ്. ഇവർ വന്ന് തുറന്ന് പറയലിൽ നിന്നാണ് ബാക്കി ഇപ്പം എല്ലാ കാര്യങ്ങളും വന്നിട്ടുള്ളത്. ഹൂ കെയർസ്? ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കുകയാണ്. എനിക്ക് തോന്നുന്ന സംശയങ്ങളും എൻ്റെ പെർസ്പെക്റ്റീവും ഞാൻ വെച്ചിട്ട് കൂടെ. ഓക്കെ, നിങ്ങൾക്കുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാം. പല ഫോറങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഇന്ന ആളെയാണ് ഇന്നതാണ് എന്നുള്ള രീതിയിൽ പറയുന്നില്ല. എൻ്റെ വിഷമങ്ങൾ ഞാൻ പലയിടത്തും ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനോടെല്ലാം ഒരു ഹൂ കെയേഴ്സ് ആറ്റിറ്റ്യൂഡ് ആണെന്നുള്ളത് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ഒരു വ്യക്തിനെ കുറിച്ച് അങ്ങനെ എടുത്ത് പറയുന്നില്ല. എന്നെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തം പിതാവിനെ സ്ഥാനമാനങ്ങൾ ലഭിച്ചു. അതായത് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പല കാര്യങ്ങളിൽ പറഞ്ഞതിന് ശേഷവും ആ വ്യക്തിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പല ഫോറങ്ങളിൽ ഇവർ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഫോറങ്ങളിലാണ് അങ്ങനെ എവിടെയെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും രേഖകളുണ്ടോ? ഫസ്റ്റ് ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഇവരിവിടെ പറയാതെ പറയുന്നത് തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആൻഡ് ഈ സ്ഥാനമാനങ്ങൾ കിട്ടിയത് ഓബിയസ്ലി ആളുകൾ രാഹുൽ മാങ്കൂട്ടം ഇത് കണക്ട് ചെയ്യണേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൂ കെയർസ്? വി കെയർ. വി കെയർ. നാട്ടുകാർ വോട്ട് ചെയ്യുന്ന ജനങ്ങളായ കഴുതുകൾ ഞങ്ങളിതിൽ കെയർ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെ ഒരു യങ് നേതാവ് ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി കെയർ ചെയ്യുമല്ലോ. അപ്പോൾ ഇവർ പറയാതെ പറഞ്ഞു വെക്കുന്ന ഈ ഹൂ കെയർസ് ഇട്ട് വെക്കുന്നത് തന്നെ ഈ പേരുകളും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടിയും ഇത് തന്നെയാണ്. പക്ഷേ ഇവർ കുറച്ചും കൂടി ഇത് ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ ഇവർക്ക് ആരെങ്കിലും ഇത് പറഞ്ഞു കൊടുത്താണോ എന്നറിയില്ല. പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ ഒരു വേ ഓഫ് ടോക്കിംഗ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഷീ ഈസ് ബോൾഡ്. ഓക്കെ, ആൻഡ് വെൽ ഡൺ. നിങ്ങൾ വന്ന് പറഞ്ഞത് നന്നായി. നിങ്ങൾ അനുഭവിച്ചത് നിങ്ങൾ തന്നെ പറയണം. അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത്. ആദ്യമായിട്ട് എങ്ങനെയായിരുന്നു അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്? ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിലേക്കാണ് വന്നത്. അതായത് എന്നെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല, എനിക്ക് മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ മോശം രീതിയിൽ മെസ്സേജ് അയച്ചപ്പോൾ അതെനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഒരാളിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. നല്ലൊരു സൗഹൃദമാണ് പ്രതീക്ഷ. ആ സമയത്ത് തന്നെ പറഞ്ഞില്ല. നമ്മൾ ആദ്യം ഫയർ ചെയ്തായിരുന്നു. അതിനുശേഷം ഞാൻ ഉപദേശിച്ചായിരുന്നു ഇങ്ങനെ ആകരുത്, കാരണം നിങ്ങളൊരു യുവ നേതാവാണ്, വളർന്നു വരുന്ന ഒരു മിടുക്കനായ ഒരു വ്യക്തിയാണ്, അപ്പോൾ നിങ്ങൾ സമൂഹത്തിന് മാതൃകയാവേണ്ട ഒരാളാണ് എന്നെല്ലാം ഞാൻ ഉപദേശിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് പ്രമാദമായ സ്ത്രീപീഡന കേസിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്തു സംഭവിച്ചു എന്നോട് ചോദിച്ചു. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻസ് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. മേ ബി നേരിട്ടായിരിക്കാം, ഫോൺ ത്രൂ ആയിരിക്കാം, ഇല്ലെങ്കിൽ ചാറ്റ്സ് ആയിരിക്കാം. എന്താണെങ്കിലും ഫോൺ ത്രൂ ആണെന്നുണ്ടെങ്കിലും CDR കിട്ടും, കോൾ റെക്കോർഡ്സ് കിട്ടും. ചാറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട്സോ സംഗതികളോ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. നേരിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനൊന്നുമില്ല. അവരുടെ ടവർ ലൊക്കേഷൻ പ്ലസ് അവരുടെ എവിടെയാണോ അവർ മീറ്റ് ചെയ്ത് അവിടുത്തെ CCTVs അവർ വന്നു പോകുന്നത്, ഇത്രയും അതിൻ്റെ ടൈം ഫ്രെയിം അവരപ്പോൾ എത്ര നേരം സംസാരിച്ചിട്ടുള്ളതൊക്കെ കിട്ടും. ഇങ്ങനെ അന്വേഷിക്കാൻ പറ്റും. ഓക്കെ, എന്താണെങ്കിൽ ഇവർ തമ്മിൽ അത്യാവശ്യം കണക്ഷൻ ഉള്ള പോലെയാണ് ഈ ലേഡി സംസാരിക്കുന്നത്. ഇനഫ് പ്രൂഫ്സ് ഇതിൽ വരാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇല്ലേ? ഇതാണ് എനിക്കിതൊന്ന് മനസ്സിലായത്. ഇപ്പോൾ ഇവർ ഈ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായുള്ളത്. പിന്നെ ഇവർ പറയുന്നത് ഇവർ വോൺ ചെയ്തു അല്ലെങ്കിൽ ഇവർ അഡ്വൈസ് ചെയ്തു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അഡ്വൈസ് ചെയ്തു, വോൺ ചെയ്തു എന്നൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ
ഇപ്പം ഇങ്ങനത്തെ ഒരു ഔട്ട് ബ്രേക്ക് നിങ്ങൾ ഈ വന്നിട്ട് ഓക്കെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞു, പെട്ടെന്ന് 24/7 ന്യൂസ് സാറ്റലൈറ്റ് ചാനലിലേക്ക് പോകുന്നു, അവിടെ എത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫ്രീക്വൻസി മാറുന്നു, പിന്നെ കൂട്ടത്തോടു കൂടി ടപ്പ എന്ന് പറഞ്ഞ ആളുകൾ വരുന്നു. ഓബിയസ്ലി കോൺഗ്രസ്സുകാർക്ക് എന്ത് പറഞ്ഞിട്ട് നിൽക്കാം? അയ്യോ ഇത് സന്ദേശത്തിലെ പോലെ നല്ലവരായിട്ടുള്ള ഏതെങ്കിലും 10 നേതാക്കന്മാർ ഒരു പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് പെണ്ണ് കേസ് ഇട്ട് കൊടുക്കടാ എന്ന് പറഞ്ഞിട്ട് കമ്മികൾ വരിക എന്നുള്ളത് പറഞ്ഞ് നിന്നൂടെ? നിൽക്കാം. അപ്പം നിങ്ങൾ അവിടെ പ്രൂഫ് കാണിക്കണം. ഓക്കെ, പ്രൂഫ് കാണിച്ചാൽ ഈ ചോദ്യങ്ങളും പറച്ചിലുകളും ഒന്നും ഉണ്ടാവില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ തുറന്നു പറഞ്ഞത് എൻ്റെ പേഴ്സണൽ വിഷയമായിട്ടല്ല. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് 2-3 അശ്ലീല സന്ദേശങ്ങൾ വന്നു, ഞാനതിനെ ഇഗ്നോർ ചെയ്തു, ഞാനതിനെ നേരിട്ടു. എന്നെ സംബന്ധിച്ച് ഇത് എനിക്ക് വ്യക്തിപരമായിട്ടൊരു പ്രശ്നമേ അല്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് കേസായിട്ട് ഒന്നും മുന്നോട്ട് പോകാണ്ടിരുന്നത്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് പല സ്ത്രീകളും നേരിടുന്നുണ്ടെന്നും ഇത് ഞാൻ എവിടെയെങ്കിലും ഒരു സ്ത്രീ പോലും സംസാരിക്കുന്നില്ല, ഒരു സ്ത്രീ പോലും ഇതിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഞാനത് സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നി. പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെ പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാനത് ടേക്കപ്പ് ചെയ്യാത്തത്. അത് ടേക്കപ്പ് ചെയ്യേണ്ടത് അത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടു എന്ന് പറയപ്പെടുന്ന സ്ത്രീകളാണ്. അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടെന്നുള്ളത് ഞാൻ പല ഫ്രണ്ട്സിൽ നിന്നും മനസ്സിലാക്കുന്നു. അവരാണ് അതിനെ കൂടുതൽ ടേക്കപ്പ് ചെയ്യേണ്ടത്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഹാമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാനത് പറയാൻ കാരണം ആരും പറയുന്നില്ല, ഒരു സ്ത്രീ പോലും പറയുന്നില്ല. ഇവരുടെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം അവർക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ട് അറിയാം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്ന് മെസ്സേജുകൾ റിസീവായി, ഒരു മോശമായിട്ടുള്ള ഒരു അപ്രോച്ച് റിസീവായി ഒരുപാട് പേരുണ്ട് എന്നുള്ളത്. അത് ഒന്നില്ലെങ്കിൽ ഇവർക്ക് ഡയറക്റ്റ് അവരായിട്ടുള്ള കണക്ഷൻ അറിയുമായിരിക്കണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞറിയുമായിരിക്കും. ബൈ ദ വേ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നതിന് മുമ്പ്, ഇവർ ഈ ചാനലിൽ പറയുന്നതിന് മുമ്പൊക്കെ ഈ ഇൻസിഡൻറ്റ് നടന്ന സമയം മുതൽ ഇവർക്ക് ഇത്ര ഓഡിറ്റ് ഇതിൽ കിട്ടുകയാണ്. ഓക്കെ, ഇത്രത്തോളം ആളുകൾ ഇങ്ങനെ ഉണ്ടെന്ന് ഇവരെങ്ങനെ അറിയും? ഇവരിറങ്ങി അന്വേഷിച്ചോ ഇവർക്കുണ്ടായൊരു മോശമായിട്ടുള്ളൊരു അപ്രോച്ച് വേറെ ആർക്കെങ്കിലും ഉണ്ടായോ എന്ന്? ബൈ ദ വേ ഇവർ പറയുന്നത് ഇവർ പാർട്ടിയായിട്ട് അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല, പാർട്ടിയായിട്ട് അറിയാം, പാർട്ടിയിലുള്ള കുറച്ച് ആളുകൾ അറിയാമെന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് എങ്ങനെ ഇത് മനസ്സിലായി? രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സഫർ ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ടെന്നുള്ളത് ഇവർക്ക് എങ്ങനെ മനസ്സിലായി? ആൻഡ് അവർക്ക് ഇവരൊരു സർവൈവ് ചെയ്ത് വന്നൊരു വിക്ടിമാണെന്നുള്ളത് ഇവർക്ക് എങ്ങനെ മനസ്സിലായി? ഇവർക്ക് അവരെയും എങ്ങനെ മനസ്സിലായി? ആ കണക്ഷൻ എടുത്തു തോന്നുന്നു. എഗെയിൻ എ ഡൗട്ട്. 3 വർഷം മുൻപ് ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് പറയുന്നു. അതിനുശേഷം അതേ അനുഭവം പിന്നീട് റിപ്പീറ്റ് ചെയ്യപ്പെട്ടോ? അതേ അനുഭവം റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ സ്ട്രാറ്റജീസ് മാറ്റിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ആദ്യം എങ്ങനെയായിരുന്നു അതിൽ നിന്ന് മാറി വേറൊരു സ്ട്രാറ്റജിയിൽ നമ്മളെ അപ്രോച്ച് ചെയ്ത് എങ്ങനെയെങ്കിലും നമ്മളെ അയാളുടെ ഇംഗിതത്തിലേക്ക് എത്തിക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു ഉദ്യമം ഉണ്ടായിട്ടുണ്ട്. പരിചയപ്പെടുമ്പോൾ തന്നെ ഈ രീതിയിലുള്ള സന്ദേശങ്ങൾ അയക്കുക അത്തരത്തിലുള്ള ഒരു രീതിയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഫയർ ചെയ്തു. അതിനുശേഷം ഇത് ഞാൻ ഇഗ്നോർ ബ്ലോക്ക് ചെയ്യേണ്ട ഒരു വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതൊരു രാഷ്ട്രീയ നേതാവ് ആയതുകൊണ്ട് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇത് ശരിയാണോ, ഇത് തെറ്റല്ലേ എന്ന് ഞാൻ ചിന്തിക്കുകയും അതുകൊണ്ട് തന്നെ ഞാൻ ആ വ്യക്തിയോട് എനിക്ക് സൗഹൃദം ഇല്ലായ്മയില്ല, ഇപ്പോഴും ഇല്ല അങ്ങനെ. പക്ഷെ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു. ഈ രീതിയിൽ മുന്നോട്ട് പോകരുത്, താങ്കൾ ഒരു ജനങ്ങൾ അല്ലെങ്കിൽ സമൂഹം നോക്കിക്കാണുന്ന നല്ലൊരു വ്യക്തിയായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ ഈ രീതിയിലേക്ക് മുന്നോട്ട് പോകരുതെന്നുള്ള രീതിയിൽ ഞാൻ ചില ഉപദേശങ്ങൾ നൽകുകയാണ് ചെയ്തത്. ഇവരിപ്പോഴും പറയുന്നത് ഇവർക്ക് പേഴ്സണലി ഇതിനകത്ത് ഒരു ഇൻറ്റൻഷനും ഇല്ല ഈ വ്യക്തിയെ തകർക്കണം എന്നുള്ളത്. ഇപ്പോഴും ആ വ്യക്തിയായിട്ട് നല്ല റിലേഷനിലാണ് എന്നൊക്കെ. ബട്ട് ഇവർ പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ വ്യക്തി ഹൂഎവർ ഇറ്റ് ഈസ്, ഓക്കെ, ഇപ്പോൾ എല്ലാവരും ചോദ്യചിഹ്നത്തിലെടുത്ത് രാഹുൽ മാങ്കൂട്ടം ആണെങ്കിൽ അങ്ങനെ ആവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആവാം. ഇവർ ഈ പറയുന്ന ഹൂ കെയർസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. മനസ്സിലായോ? ഈ വ്യക്തി ഇതെല്ലാ ലേഡീസിൻ്റെ അടുത്തും ഒരു സെയിം മോഡൽ, സെയിം പാറ്റേൺ, സെയിം സാധനം ഫോളോ ചെയ്തു പോകുന്നൊരു വ്യക്തിയാണെന്നുള്ളത് ഇവർ പറയുന്നത്. ഓക്കെ, ഇവർ പറയുന്നതിൽ നിന്നും ബാക്കിയുള്ളവർ വന്ന് ഇപ്പോൾ പറഞ്ഞതിൽ നിന്നും മനസ്സിലാവുന്നൊരു കാര്യം, അതായത് വളരെ ക്രൂക്കഡായിട്ട്, വളരെ കണ്ണിങ് ആയിട്ട് അയാളൊരു മോഡസ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അയാളൊരു ആളെ അപ്രോച്ച് ചെയ്യുന്നു, ഇയാളുടെ സെലിബ്രിറ്റി ഫേസ് പുറത്ത് വരാതിരിക്കാൻ, പബ്ലിക്കിൽ വരാതിരിക്കാൻ അയാൾ കുറേ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ടെലിഗ്രാം ആണെങ്കിലും വാട്സാപ്പ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെന്നുണ്ടെങ്കിലും വാനിഷ് മോഡിൽ മെസ്സേജും കാര്യങ്ങളും സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളും ചെയ്ത് ഇനി ഇയാൾ ബൈ ദ വേ എവിടെയെങ്കിലും മുഖം കാണിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുട്ടിൽ വന്നിട്ട് പോകും എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഒരു ഹാബിച്വൽ ഒഫൻഡറിൻ്റെ എല്ലാ സാധ്യതയും അതിനകത്തില്ലേ. പല ഫ്രണ്ട്സ് വഴിയും പല ആളുകളിൽ നിന്ന് വഴിയും ഈ ഒരു രീതിയിൽ തന്നെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് മനസ്സിലായി. പിന്നെ അതുമാത്രമല്ല, നേരിട്ട് പോലും ഒരു പരിചയമില്ലാത്ത പെൺകുട്ടിയുടെ അടുത്ത് ഇത്തരത്തിൽ മെസ്സേജ് ഇടുന്ന ആള് സൈക്കോ ക്യാരക്ടർ ആയിരിക്കും എന്ന് ഊഹിക്കാൻ അധികം വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലോ.
സൈക്കോ എന്ന് വരെ ഇവിടെ പറയുന്നുണ്ട്. അതിന് വേറൊരു കാരണമുണ്ട്. കാരണം പാർട്ടിയിലുള്ള പല നേതാക്കന്മാരുടെയും ഭാര്യമാരുടെയും കുട്ടികളുടെയും അടുത്ത് വരെ ഇത്രയും മോശമായിട്ടൊരു അപ്രോച്ച് കൊണ്ട് ഈ ആരാണോ പറയുന്ന വ്യക്തി ആ വ്യക്തി ചെന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എഗെയിൻ ഹൂ കെയർസ്, രാഹുൽ മാങ്കൂട്ടം ഈസ് ഇൻ ക്വസ്റ്റ്യൻ മാർക്ക്. കാരണം എന്താ പറയുക, ഇതൊക്കെ രാഷ്ട്രീയമാണ് മക്കളെ. നാളെ ഇതൊക്കെ തിരിഞ്ഞിട്ട് എന്താവും അറിയോ, നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഈ പറഞ്ഞ ന്യൂസ് ചാനലുകളും ഈ വന്നിരിക്കുന്ന ലേഡിയും ഇവരൊക്കെ തോളത്ത് കൂടി കൈ ഇട്ടിട്ട് അപ്പൻ സുഭദ്ര അവരൊരു കമ്പനി ആഭരണപ്പെട്ടി ഒരു കൊണ്ടുപോകും. യൂട്യൂബ് ചാനലായ നമ്മളെ തലയിൽ അടിച്ചിരുത്തും. മനസ്സിലായോ? എന്നാലും ഹൂ കേസ് രാഹുൽ നോക്കാലോ നമുക്ക്. സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. കുറച്ചൊക്കെ അങ്ങനെ അനുഭവങ്ങളുണ്ട്, ചില നമുക്ക് നേതാക്കന്മാരുമായിട്ടൊക്കെ പരിചയങ്ങളുണ്ട്, സ്നേഹങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ അതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല, ഒരു ഫോറത്തിൽ പോയിട്ട് പരാതി എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ വാൺ ചെയ്തു എന്നുള്ളതാണ്. ഈ പോക്ക് ശരിയല്ല, ഇത് അവസാനം ഇത് പ്രസ്ഥാനത്തിന് തന്നെ നെഗറ്റീവായിട്ട് തിരിച്ചടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ള തരത്തിലുള്ള സൂചനകൾ നൽകി. ഈ പ്രസ്ഥാനത്തിനകത്ത് തന്നെയുള്ള പലരുടെയും ഭാര്യമാർക്ക്, വീട്ടിലുള്ളവർക്ക്, പെൺകുട്ടികൾക്ക് ദുരനുഭവം ഉണ്ടായി എന്ന് റിനി നേരത്തെ പറയുകയുണ്ടായി. ആ അറിവ് എങ്ങനെയായിരുന്നു, എന്താണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയത്? അത് എനിക്ക് വളരെ വിശ്വസ്തമായിട്ടുള്ള ചില സോഴ്സുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വിവരമാണ്. നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ഈ ഇതിൽ തന്നെ പ്രസ്ഥാനത്തിൽ ഉള്ളവരിൽ നിന്നും എനിക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഉള്ളിൽ നിന്നും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ലാതെ നമ്മൾ പല സൗഹൃദങ്ങളിൽ നിന്നും ചില മാധ്യമ പ്രവർത്തകരിൽ നിന്നും ഒക്കെ നമുക്ക് വളരെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില സോഴ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. വളരെ കൃത്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ എനിക്കങ്ങനെ കൃത്യമായിട്ട് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവരും ഒരു ഹിയർസയാണ് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ പറയുന്നത്. ഇവരുടെ സ്വന്തം കാര്യത്തിൽ മാത്രമേ ഇവരെന്ത് ചെയ്യുന്നുള്ളൂ, ഇവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് സംസാരിക്കുന്നുള്ളൂ. അതിൻ്റെ പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഇടയ്ക്കൊന്ന് ബബ്ബ അടിക്കുന്നുണ്ട്. ബട്ട് പ്രൂഫ് ഉണ്ടാവാൻ മാത്രമുള്ള കോൺവെർസേഷൻ ഉണ്ടായി എന്ന് അവർ ആദ്യം പറഞ്ഞു വെച്ചിരുന്നു വേറൊരു ചാനൽ. ഓക്കെ. ആൻഡ് ബൈ ദ വേ ഈ ഒരു പെർട്ടിക്കുലർ പോർഷനകത്ത് ഇവർ എഗെയിൻ പറയുന്നു, ഞാനൊരു പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളല്ല, എനിക്ക് കുറച്ച് നേതാക്കന്മാരെ അറിയാമെന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഫോറത്തിൽ പോയി കേസ് കൊടുക്കാതെ ഞാൻ അവരെ ഈ പറഞ്ഞ വ്യക്തിയെ പോയിട്ട് ഉപദേശിക്കുകയായിരുന്നു. പക്ഷേ അവിടെ ആദ്യം ഇവർ പറഞ്ഞത് ഇവർ പല ഫോറത്തിലും കേസ് കൊടുത്തിട്ട് അതിലൊരു തീരുമാനവും ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് അതിങ്ങനെ ഉള്ളിൽ തികട്ടി കിടന്നത്. ആ ഇൻ്റർവ്യൂവിൽ പുറത്ത് ചെയ്യുന്നത് ലോട്ട് ഓഫ് വേരിയേഷൻസ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതെന്താന്ന് വെച്ചാൽ ഞാനിത് മനഃപൂർവ്വം തീരുമാനിച്ചു നിന്നിട്ട് ഒരു മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞതല്ല. എന്നെ ഒരു ഇന്റർവ്യൂ വിളിച്ചു. ആ ഇന്റർവ്യൂവിൽ എന്ത് സംസാരിക്കാമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ സ്ത്രീ വിഷയങ്ങൾ തന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞു. അതൊരു ദീർഘ ടോക്കായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ അതിനിടയിൽ വളരെ അവിചാരിതമായിട്ട് എൻ്റെ ഒരു വിഷമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് തീരുമാനിച്ചുറപ്പിച്ച് പറഞ്ഞതല്ല. എൻ്റെ പേഴ്സണൽ വിഷയമല്ല. എനിക്ക് പേഴ്സണലി ആ വ്യക്തിയോടും വിരോധമില്ല, എനിക്ക് ഒരു പ്രസ്ഥാനത്തോടും എതിർപ്പില്ല, എൻ്റെ പേഴ്സണൽ വിഷയമല്ല. പക്ഷെ പല സ്ത്രീകളും ഇതിൽ വേദനിക്കുന്നുണ്ട് എന്നറിയുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ഭാഗം, ഞാൻ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് സമൂഹത്തിൻ്റെ മുന്നിൽ പറയണമെന്ന് എനിക്ക് തോന്നി. വെറുതെ എയറിൽ സ്റ്റോറീസ് ആയിട്ട് പോകുന്നതിന് പകരം. ഓക്കെ. അപ്പോൾ സമൂഹത്തിൽ വന്നിട്ട് ഒരു ബോംബ് ഇട്ട് കൊടുക്കണം. അത് കൃത്യമായിട്ട് ഹൂ കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഇട്ട് കൊടുത്തിട്ട് ഹൂ കെയർസ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരാളെ തലയിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കണം. ഇൻറ്റൻഷൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞാലും ഇനി ഇൻറ്റൻഷൻ അങ്ങനെ ആക്കി മാറ്റാൻ ഒരുപാട് ശ്രമങ്ങളിലൂടെ നടക്കും. നിങ്ങൾക്ക് ഒരുപാട് സൈബർ ബുള്ളിങ് കിട്ടും. നിങ്ങളെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർ വലിച്ചു കയറി കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് ഒട്ടിച്ചു വിടും. ഞാൻ പറയുമ്പോൾ ഈ ഹൂ കെയർസും അല്ലെങ്കിൽ ഇത്രത്തോളം എക്സ്പ്ലനേഷൻസ് ഒന്നും നിങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓക്കെ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കണം. ആ ബാക്കിയുള്ളവർക്ക് ഇല്ലാതെ പോയത് എന്താ, ഒരു സ്ട്രോങ് വിൽ പവർ. അത് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വന്നിട്ട് ആ പേരും പറഞ്ഞിട്ട് പോയാൽ പോരെ. എന്തിനാ ഈ ഹൂ കെയർസും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അച്ഛനെ പോലെയാന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് ഈ പറഞ്ഞ ഡെക്കറേഷൻ കൊടുക്കേണ്ട കാര്യമുള്ളത്? നിങ്ങളുടെ കയ്യിൽ സോളിഡ് പ്രൂഫ് ഉണ്ട്, ഇനഫ് എവിഡൻസുകൾ കയ്യിലുണ്ട്. ഹിയർസേ ആണെന്നുണ്ടെങ്കിലും ആ വ്യക്തികൾ ഇഫ് ദേ ആർ റെഡി ടു കം ആൻഡ് എന്താ പറയുക അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ പേര് പറഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ ഇതിപ്പോൾ. അത് നിങ്ങൾ ചെയ്യുന്നില്ല. ഐ ഡോണ്ട് നോ വൈ. ലൈക്ക് അവരെന്നെ പറയുന്നുണ്ട് ഇടയ്ക്ക് സൈബർ അറ്റാക്ക്. ഇപ്പം ഇത്രയൊക്കെ ചെയ്തുകൊണ്ട് ഇനി ഇതിലും കൂടുതൽ സൈബർ അറ്റാക്ക് ഒന്നും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. സോ ബെറ്റർ ആ പേര് പറയുക, കയ്യിലുള്ള എവിഡൻസ് പുറത്തിടുക നല്ലത്. താങ്കൾ തെളിവുണ്ട് എന്ന് റിനി പറയുമ്പോൾ അത് നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെയാണ് സംസാരിച്ചത് എന്ന് പറയുന്നു. അത്തരം കാര്യങ്ങളാണോ, വാട്സപ്പ് ചാറ്റുകളോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ ചാറ്റുകളാണോ, എന്താണ് അക്കാര്യത്തിലുള്ളത്? ഒരു ക്ലാരിറ്റിക്ക്. അല്ല,
അതിന് ആവശ്യമായ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും. അത് ഞാനിപ്പോൾ എന്താണ് എങ്ങനെയാണെന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെ മുന്നോട്ട് പോകാനും ഉദ്ദേശിക്കുന്നില്ല. കൂടുതൽ പേരും പരാതിയുമായി വരാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തെളിവുകൾ നശിപ്പിക്കാൻ ഈ വ്യക്തി വളരെയധികം മിടുക്കനാണ് എന്നുള്ളതാണ്. അതായത് വളരെ സീക്രട്ട് ചാറ്റുകൾ, നമുക്ക് സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കാൻ പറ്റുന്ന രീതിയിലല്ല കാര്യങ്ങൾ. അതുപോലെ തന്നെ വീഡിയോ കോളിൽ വന്നാൽ പോലും ഒരു പുകമറയിൽ, അതായത് ഒരു ഇരുട്ടിൽ മറയിലാണ് വരുന്നത്. നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ പോലും ഇത് ഇയാളാണെന്നൊന്നും തെളിയിക്കാൻ കഴിയില്ല. അപ്പൊ അത്രയ്ക്കും ക്രിമിനൽ ബുദ്ധിയോടുകൂടിയാണ് സ്ത്രീകളെ ഇയാൾ കൈകാര്യം ചെയ്യുന്നത്. വാട്സാപ്പ് വഴിയാണ് അങ്ങനെ ഒരു രീതിയിൽ. അതുകൊണ്ട് തന്നെ പലർക്കും ഇതിന്റെ തെളിവുകളുമായിട്ട് പല രീതിയിൽ ടെലഗ്രാം, സീക്രട്ട് ചാറ്റ്, ഇപ്പൊ ക്രിമിനൽ ബുദ്ധിയോടുകൂടിയാണ്. അപ്പൊ പലതും പെൺകുട്ടികൾക്ക് ചിലപ്പോൾ അത് കൃത്യമായിട്ട് ഒരു തെളിവുകൾ വെക്കാനോ കാര്യങ്ങളോ, അത് ഞാൻ നേരത്തെ പറയുണ്ടായി, ഒരിക്കലും സ്പഷ്ടമായൊരു വിവാഹ വാഗ്ദാനമൊന്നും ഈ വ്യക്തി നൽകുന്നില്ല. അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. പക്ഷെ ചില ലാഞ്ചനകളാണ്. ചിലപ്പോൾ നമ്മളെ കല്യാണം കഴിച്ചേക്കും എന്നൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യുക. മനസ്സിലായി? ഇതൊക്കെ ഒരു സൈക്കോളജിക്കലാണ്. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്തും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തെളിവുകൾ ഉണ്ടാകാതിരിക്കാൻ വളരെ വിദഗ്ധമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ. ആള് കുറുക്കനാണ്. ഓക്കെ, മാങ്ങാത്തോട്ടത്തിലാണെന്നുണ്ടെങ്കിലും നായക്ക് വരെ ഇരിക്കുന്നത് കുറുനരിയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എന്ത് പറയാനാണ്? അതായത് ഇവർ ഈ പറഞ്ഞു വെക്കുന്നതിൽ നിന്ന് തന്നെ സംശയങ്ങളില്ലാതില്ല. ഫൈൻ. പിന്നെ അപ്പുറത്തെ സൈഡിൽ വളരെ കൃത്യമായിട്ടുള്ള കുറേ സാധനങ്ങൾ. ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡറിൻ്റെ വിഷയം പുറത്തു വന്നപ്പോൾ വരെ രാഹുൽ റേപ്പിസ്റ്റ്, ഓക്കെ, ഗുരുതര ആരോപണവുമായി ട്രാൻസ് വുമൺ അവന്തിക. ഓക്കെ, ഞാൻ ആ ടേം അങ്ങനെ വായിക്കാറില്ല, കാരണം വീഡിയോയ്ക്ക് പണി കിട്ടുന്നുള്ളത് കൊണ്ടാണ്. ഫൈൻ. അപ്പോൾ എന്താണെങ്കിലും അവരും വന്നിട്ടുണ്ട്. അവർ വന്നിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ ഈ അവന്തിക എന്ന് പറഞ്ഞ ട്രാൻസ് പേഴ്സൺ പറഞ്ഞിട്ടുണ്ട്. ഇവരിതിന് മുമ്പ്, ഇഫ് ഐ എം നോട്ട് റോങ്, ആറാട്ടെണ്ണനോ അലൻ ജോസ് പെരേരോ ആർക്കോ എതിരെ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്നവർ സംസാരിച്ചിട്ടുണ്ട്. ഇതാണ് ആ മെസ്സേജ്. ലൈക്ക് അത് വാട്സപ്പിലാണ് വന്നിരിക്കുന്ന മെസ്സേജ്, വാണ്ട് ടു ടോക്ക് ടു യു എന്നുള്ളത്. അതെ വാട്സപ്പിലാണ് അതെ വൺ നാട്ട് ടോക്ക് ടു യു. ഇത് രണ്ടും എനിക്ക് വാട്സപ്പിലാണ് വന്നേക്കുന്നത്. ഈ കോളും 10:48 ഒന്ന് 10:50 വന്നേക്കട്ടെ. പിന്നെ ഞാൻ തിരിച്ച് 2 പ്രാവശ്യം വിളിച്ചു. പിന്നെ ഒരു ഹായ് വന്നു. പിന്നെ കുറച്ച് മുന്നേ ആണ് വന്നത്, 11. ഓക്കെ, കുറച്ച് മുന്നെയാണ് വന്നത്. 5:05 വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കോളാണ്. ഈ കോള് വരുന്നത് ഞാൻ മീഡിയാസിൽ വെളിപ്പെടുത്തൽ നടത്തിയതിന് ശേഷം. ഈ സംഭവം ഉണ്ടാകുന്നത് സംഭവിച്ചിട്ട് കുറച്ച് നാളായി, ഒരു 3-4 മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. ഒരിക്കൽ മാത്രം ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുള്ളൂ, അതോ ഇത് തുടർച്ചയായിട്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾക്കെതിരെ പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാൾ പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട്. കാരണം അയാൾ പേടിക്കുന്നു, ഭയക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പുറത്ത് പറയുമ്പോൾ ഇങ്ങനെയുള്ള അയാൾക്ക് ചിലതര വൈകൃതങ്ങളാണ്. അയാളുടെ അടുത്ത് പബ്ലിക്കായിട്ടാണ്, മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഡിസപ്പയറിങ് മെസ്സേജ് ആണ്. അതെനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ആ യുവനടി വെളിപ്പെടുത്തിയതുപോലെ തന്നെ ഇയാള് അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിന്നെയൊക്കെ അയാൾക്കുള്ള വൈകൃതം എന്ന് പറഞ്ഞ് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഇവിടെയല്ല, നമുക്ക് കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ, ബാംഗ്ലൂരോ ഹൈദരാബാദോ ആണ് അയാൾ സജക്ഷൻ ചെയ്ത 2 ഹോട്ടലുകൾ. അവിടെ നമുക്ക് പോകാം. ഇവിടേക്ക് ഇങ്ങനെ ഇതായാലും ആളുകൾ കാണും. ഒന്നാമത് ഞാനും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഇവര് വന്നിരുന്നിട്ട് എഗെയിൻ എന്ത് പറയുന്നുണ്ട്? ഇതേപോലൊരു വളരെ മോശമായിട്ടുള്ള ഒരു അപ്രോച്ച് രാഹുൽ മാങ്കൂട്ടം നടത്തി എന്ന് പറയുന്നുണ്ട്. അതിന്റെ എവിഡൻസ് ഇവരൊക്കെ, ഞാൻ പറഞ്ഞ എവിഡൻസ് ഉണ്ടെങ്കിൽ കാണിക്കാം. ഈ ലേഡി വന്നിട്ട് കോൾ ഹിസ്റ്ററി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഓബ്വിയസ്ലി അവിടെ വീഡിയോ എടുക്കാൻ പോയ റിപ്പോർട്ടർ ചാനലിൻ്റെ ആളുകൾ അവരുടെ ഫോണിൽ ഈ നമ്പറും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നമ്പറും സെയിം ആണോ എന്നുള്ളത് വെച്ച് ചെക്ക് ചെയ്യാതെ ഒരിക്കലും ആ സാധനം ഔട്ട് ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു ഇതെനിക്കുണ്ട്. ഇനി അങ്ങനെയൊക്കെ വന്നു എന്നുള്ളതൊക്കെ അന്വേഷിക്കണ്ടേ. കാരണം ഇവരുടെ കയ്യിലൊക്കെ ഓരോ സാധനങ്ങളുണ്ട്. ഒരു വെട്ടിക്കിലോ മരുന്ന് എല്ലാവരുടെ കയ്യിലും ഉണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഈ വന്നു പോയവരൊക്കെ. ഓക്കെ, പക്ഷെ ആരും കേസും കൂട്ടം കൊടുക്കുന്നില്ല, ആരും കേസാക്കുന്നില്ല. ഇപ്പം ഇതിലാകെ സ്വമേധയാ കേസെടുക്കാൻ പറ്റുന്ന ഏക ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭചിത്രം മാത്രമാണ് താനും. അങ്ങനെ ഒരു സ്കീമിലാണ് ഈ സാധനങ്ങൾ മൊത്തം ഇരിക്കുന്നത് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി മെയിനായിട്ട് നോക്കേണ്ട കാര്യം രാഹുൽ ഈശ്വർ
രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കാൻ രാഹുൽ ഈശ്വർ രംഗത്തിറങ്ങിയോ എന്നുള്ളതാണ്. യെസ്, അയാൾ ഇറങ്ങിയിട്ടുണ്ട്. അയാളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ വന്ന് അത് തെളിവ് സഹിതം ശരിയെന്ന് തെളിയിക്കട്ടെ. ഇല്ലെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? പെട്ടെന്ന് ശ്രീ രഞ്ജിത്തിന്റെ കാര്യം ഒന്ന് ഓർക്കാം. ഞാനും അപർണാജിയും കൂടെ തമ്മിൽ തർക്കിച്ചതാണ്. അതൊക്കെ തെളിവ് വരട്ടെ. ഇനിയിപ്പോ രാഹുൽ പറയുന്നത് സമ്മതിച്ച് ഞാൻ പറയണം, അതൊക്കെ തെളിവ് വരട്ടെ. അപ്പോഴും മോശമായ സംഭാഷണങ്ങൾ നടത്തി ആ സ്ക്രീൻഷോട്ടുകളുണ്ട്. ജനപ്രതിനിധിയാണ്. ബാക്കി കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് തെളിവുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഈ ബാക്കി ഈ സ്ക്രീൻഷോട്ട് മാത്രം പോരെ. ഏത് പഞ്ചാര അടിക്കാൻ നിൽക്കുന്നത്? സമൂഹത്തിലെ പല മേഖലകളിലുള്ളവരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് പറയുന്നതിൽ ഒരു മടിയില്ല. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് വ്യക്തിപരമായ വലിയ സൗഹൃദവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പഞ്ചാര അടിച്ചു ആ സ്ക്രീൻഷോട്ടിൽ കൃത്യമാണ്. പക്ഷേ പഞ്ചാര അടിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമല്ല. നിനക്ക് നല്ല സുന്ദരിയാണല്ലേ, നിനക്ക് അതിന്റെ ജാടയാണല്ലേ എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയൊരു ആരോപണം വരുന്നുണ്ട്. ഒരു ട്രാൻസ് ആള് പറഞ്ഞു ഇയാൾക്ക് എന്നെ റേപ്പ് ചെയ്യാൻ തോന്നുന്നു. തെളിവുണ്ടോ? രഞ്ജിത്ത് സാറിനെതിരെ ഇതേപോലെ ഒരു പുരുഷൻ വന്ന് എന്നെ ഹോട്ടലിൽ വെച്ച് റേപ്പ് ചെയ്തു, എന്നിട്ട് രേവതി മാഡത്തെ പിടിച്ചിട്ട് ഓർമ്മയുണ്ടോ? അവസാനം കർണാടക ഹൈക്കോടതി പറഞ്ഞത് ഇത് കള്ളക്കേസിന്റെ ക്ലാസിക് ഉദാഹരണം എന്നാണ്. ഈ പറഞ്ഞ കാലത്ത് ഹോട്ടൽ തുടങ്ങിയിട്ട് പോലും ഇല്ലായിരുന്നു. അയാളൊന്നും അറിയാതെ പറഞ്ഞത്. അപ്പം ടി വിയിൽ വരാനും ടി വിയിൽ കൂടുതൽ എയർ ടൈം കിട്ടാനും പുതിയ ആരോപണങ്ങൾ വന്നാൽ മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കും എന്ന് കരുതിക്കൊണ്ട് ഇനി ഒരുപാട് ആരോപണങ്ങൾ വരും. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലെ അടുത്ത 2 ദിവസങ്ങളിൽ ആരോപണങ്ങൾ. എന്റെ പൊന്നു രാഹുലെ, ചില കാര്യങ്ങളൊക്കെ പറയുമ്പോണ്ടല്ലോ താൻ ഈ മണ്ടന്മാരെ പോലെ വന്നിരുന്ന് സംസാരിക്കരുത്. എടാ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒക്കെ ഈ ട്രാൻസ്ജെൻഡർ കേസോ അല്ലെങ്കിൽ മറ്റേ ആക്ട്രസ് വന്ന പറഞ്ഞ കേസൊക്കെ നിങ്ങൾ സൈഡാക്ക്. മെയിൻ കോർ സാധനം പറ. അല്ല നാട്ടുകാർ ഒരുമാതിരി മിസ്ലീഡ് ചെയ്ത് വിടല്ലേ. പൂവലന്മാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതേപോലെ ഇതേപോലെ പഞ്ചാര വർത്താനം പറയുമല്ലോ. പഞ്ചാര വർത്താനം എല്ലാവരും പറയും, പറയാതിരിക്കുന്നില്ല. അതിനൊരു വേവ് ലെങ്ത് ഉണ്ട്, അതിൻ്റെ ഒരു ലൈൻ ഉണ്ട്. ആ ലൈന് വിട്ടിട്ടുള്ള ഒരു പഞ്ചാരടി ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയും ആളുകൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി പഞ്ചാരടി ഒരു കുറ്റാണോന്ന് ചോദിച്ചാൽ അല്ല താനും. പക്ഷെ ഒരേ സമയം ഒരേ പാറ്റേണിൽ 8-10 പേരെ പഞ്ചാര അടിച്ച് അവർക്കൊക്കെ ഒരു തരത്തിലുള്ള സംഗതി കൊടുത്ത് അവരൊരു ഹാബിച്വൽ ഒഫൻഡറിൻ്റെ ഒരു എല്ലാ സാധനവും അതിനകത്ത് കാണിച്ചു വെച്ചിട്ട് അത് ന്യായീകരിക്കാൻ വരുമ്പോൾ പഞ്ചാരടി ഒരു പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പടേ എന്തായാലും രാഹുൽ ഈശ്വറിന് ഇനി വരും ദിവസങ്ങളിൽ കുട്ടിയും ബക്കറ്റൊക്കെ എടുത്ത് പോകേണ്ട അവസ്ഥയാണ്. രാഹുൽ ഈശ്വർ ഒരു സൈഡിൽ കൂടി അങ്ങനെ പോയിക്കോളും. നമ്മളധികം മൈൻഡ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ മൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നോക്കാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണ് പറയാനുള്ളതെന്നാണ്. ഇന്നിപ്പോൾ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടം വളരെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷെ ആ ഒരു കോൺഫിഡൻസ് പണ്ടത്തെ പോലെ കാണുന്നില്ല. രാഹുലിൻ്റെ മുഖത്താണെങ്കിലും ഒപ്പം നിൽക്കുന്നവരുടെ മുഖത്താണെന്നുണ്ടെങ്കിലും അവർ എൻ്റെ പേരിപ്പോഴും പറഞ്ഞിട്ടില്ല. നിങ്ങൾ തിരിച്ചും മറിച്ചും അങ്ങയുടെ മാധ്യമ സ്ഥാപനം ഉൾപ്പെടെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടും അവരെൻ്റെ പേര് നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാനും അത് കണ്ട ഒരാളെന്ന നിലയിൽ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പിന്നെ പുറത്തു വിട്ടിരിക്കുന്ന വാർത്തകളിൽ പോലും ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് നിങ്ങൾക്ക് ആരോപിക്കാനുണ്ടോ? ഈ ഏതെങ്കിലും ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമപരമായ സംവിധാനത്തിനകത്ത് എനിക്കെതിരായിട്ടൊരു പരാതി ഉണ്ടോ? ഇനി പരാതി ആർക്കും കൊടുക്കാം. അപ്പം നിങ്ങൾക്കെതിരെ എനിക്കും പരാതി കൊടുക്കാം. എനിക്ക് പരാതി ചമപ്പിക്കാനും പറ്റും. അതെല്ലാം ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് അതൊക്കെ പറ്റും. അങ്ങയോട് ആരെങ്കിലും ഈ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അങ്ങനെ ഒരു ഇപ്പോൾ അങ്ങ് സൂചിപ്പിക്കുന്ന പോലെ ഗർഭചിത്രം നടന്നു എന്നതുമായി ബന്ധപ്പെട്ടൊരു പരാതി അല്ല, ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നൊരു പരാതി അങ്ങയുടെ മുന്നിൽ വന്നിട്ടുണ്ടോ? അല്ല, ഇന്നത്തെ കാലത്ത് ഇതൊന്നും സാധ്യമല്ലാത്ത കാലമൊന്നും അല്ലല്ലോ. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ലാത്ത കാലമൊന്നുമല്ല. ഞാൻ ചോദിക്കുന്നത്, ഞാനല്ല CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് പോലും വലിയ അന്തചിത്രങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ പരാതിയില്ലാത്ത ഗർഭചിത്രത്തെ പറ്റി പറയുമ്പോൾ പുറത്തു വന്ന അന്തചിത്രങ്ങളെ പറ്റി എന്താ പറയാത്തത്? ഞാനൊന്ന് പറയട്ടെ. CPM-നകത്ത് രൂക്ഷമായ അന്തചിത്രങ്ങൾ, കഴിഞ്ഞ ദിവസത്തെ കത്ത് വിവാദമടക്കം, പാർട്ടി സെക്രട്ടറിയുടെ മകൻ പുറത്തു വിട്ടു എന്ന് പറയുന്ന വിവാദമടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ഈ ചർച്ചകളെ ആകെ വ്യതിചലിക്കാൻ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഈ പഞ്ചാരടി വിഷയം, അതിൽ കേസെടുക്കാൻ പറ്റില്ല. ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ തന്നെ ഈ പഞ്ചാര അടി ഒരു എന്താ പറയുക കേസെടുക്കാൻ പറ്റാത്ത വകുപ്പായതുകൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ ആളുകൾ ഈ പഞ്ചാരടി സംഗതികളൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് അത് പ്രത്യേകിച്ച് നിങ്ങളുടെ പേരിൽ കേസാവില്ല. പക്ഷെ മറ്റേ സാധനം ഇവിടെ പൂഴ്ന്നു പോയി ഇപ്പോൾ പൊന്തി വന്ന് ഇനി എന്താവും എന്നറിയാൻ ആകാംക്ഷയിൽ ഞാൻ കാത്തിരിക്കുന്ന ആ വിഷയം, ആ ഗർഭമലസിപ്പിച്ച വിഷയം, ആ വിഷയത്തിൽ അതിൻ്റെ ഫോൺ കോൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ രാഹുൽ ലിറ്ററലി തപ്പുന്നുണ്ട്. നല്ല രീതിയിൽ തപ്പി കളിക്കുന്നുണ്ട്.
ബോഡി ലാംഗ്വേജ് കണ്ടാലേ അത് മനസ്സിലാവും. സി ഞാൻ ഒരുപാടധികം ആളുകളോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു രാഹുൽ പൊളിയാ, രാഹുൽ മാങ്കൂട്ടം കിടലാണ്. പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ്ലി ഇത്രയും കാര്യങ്ങളൊക്കെ പുറത്ത് വരുമ്പോൾ ഞാനൊരു മണ്ടനല്ലാത്തത് കൊണ്ടും ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒക്കെ അറിഞ്ഞിട്ടും ഇനിയും ഇവിടെ വന്നിരുന്നിട്ട് ഒരു സംശയത്തിൻ്റെ നിഴലിൽ രാഹുൽ മാങ്കൂട്ടെന്ന് ഞാൻ പറയൂല. ഇനിയിപ്പോൾ നിയമപരമായിട്ട് പ്രശ്നം വന്നാലും ഇപ്പോൾ വീഡിയോനകത്തൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ പറയാതെയും പറഞ്ഞൊക്കെ പോയി. പക്ഷേ ടുവേർഡ്സ് ദ എൻഡ് എനിക്കിത് പറഞ്ഞേ പറ്റൂ മക്കളെ. ഓക്കെ, ഇതിൻ്റെ പേരിൽ എന്ത് സൈബർ ബുള്ളിങ് റെഡിയായി ഐ എം റെഡി. തൊറാപ്പാക്കില്ല എന്നുള്ള മൂടേ ഉള്ളൂ. ഈ ചെങ്ങായിക്ക് എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്. ഓക്കെ, വന്നവരിൽ പലരും ചിലപ്പോൾ ഫേക്കായിട്ട് വന്നതായിരിക്കാം, ജെന്യുവിനായിട്ട് വന്നവരും ഉണ്ട്. ഓക്കെ, കാണുമ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഈ വന്ന ലേഡിക്കാണെന്നുണ്ടെങ്കിലും ആദ്യം പറഞ്ഞ സമയത്ത് എനിക്ക് കുറേ മിസ്മാച്ചുകൾ തോന്നിയെങ്കിലും അവരിത്ര ധൈര്യമായിട്ട് അതും ഒരു MLA-ക്കെതിരെ ഒരു കാര്യം വന്ന് പറയുമ്പോൾ ഒന്നുമില്ലാതെ ചുമ്മാ വന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് ദാറ്റ് കോൺടാക്ട് ഈസ് ദെയർ. മനസ്സിലായോ? അത് ചിലപ്പോൾ ഏത് രീതിയിലാണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ജിൻഡോ കേസിൽ വീഡിയോ ചെയ്തപ്പോൾ ഇതാ പറഞ്ഞത്, ചില ആളുകൾ ഇങ്ങനെയാണ്, അവരുടെ ഒരു അപ്രോച്ച്, അവരുടെ ഒരു മോഡസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെളിവും ബാക്കി വയ്ക്കാതെ ആയിരിക്കും അവർ ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഇനി അങ്ങോട്ട് കേരളം കത്താനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. എന്താണ് ഇതിനിടയിൽ കൂടി മുഖ്യമന്ത്രീൻ്റെ പാർട്ടീൻ്റെ കത്തും മകള വിഷയവും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ ഒഴിഞ്ഞൊരു സൈഡിൽ കൂടി പോവും. കുറേയൊക്കെ ഫോക്കസ് ഇവിടെ ആയിരിക്കും. എന്താണെങ്കിലും നോക്കാം രാഹുൽ മാങ്കൂട്ടം എന്താവും എന്നുള്ളത്.